കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതം ഖൈറിലും ബറക്കത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ, ഇമ്രാൻ്റെ കുടുംബം എന്ന അധ്യായമാണ്. അതിൽ 11, 12, 13 മൂന്നായത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉണർന്നിരുന്ന് കേൾക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം. ഫറോവന്റെ ആൾക്കാരുടെയും അവർക്ക് മുമ്പുള്ളവരുടെയും അനുഭവം ഇതിന് ഉദാഹരണമാണ്. അതായത് നേരത്തെ തന്നെ പറയപ്പെട്ടു, സത്യനിഷേധികളായ ആളുകൾ അവരുടെ സമ്പത്തോ അവരുടെ സന്താനങ്ങളോ നാളെ റബ്ബിൻ്റെ അടുക്കൽ യാതൊരു വിധത്തിലും ഉപകരിക്കപ്പെടുകയില്ല. മാത്രമല്ല അവർ നരകത്തിലെ കത്തിക്കപ്പെടുന്ന ഇന്ധനം കൂടിയാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ധിക്കരിക്കുക, പ്രവാചകരെ കളവാക്കുക, അതിക്രമം പ്രവർത്തിക്കുക, ഇതൊക്കെ ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ ഫിർഔനിൻ്റെയും അവൻ്റെ ആൾക്കാരുടെയും അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉദാഹരണമാണ്. കസ്സബൂ ബി ആയാതിന, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അദ്ദേഹം അവരടുക്കലേക്ക് വന്നത്. പക്ഷേ അവരാകട്ടെ അതിനെ മുഴുവനും തിരസ്കരിക്കുകയും വ്യാജവൽക്കരിക്കുകയും കളവാക്കുകയും പിന്തിരിഞ്ഞു നടക്കുകയും ചെയ്തപ്പോൾ ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുകയുണ്ടായി. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഒറ്റൊരു സിഫത്താണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണ്. എന്തിനാണിത് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണ്. അദ്ദേഹം എൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനും വാസ്തവമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കും, അതിൽ നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾക്ക് വിജയികളായി തീരാൻ പറ്റും. അതല്ല നിങ്ങൾ മറിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അഥവാ അതിനെ തള്ളിപ്പറയുകയും പ്രവാചകനെ കളവാക്കുകയും ശുദ്ധ ഖുർആനിനെ കൈയൊഴിയുകയും ചെയ്യുകയാണ് എങ്കിൽ എൻ്റെ കഠിനമായ ശിക്ഷ ഉണ്ട് എന്ന് ഓർത്തുകൊള്ളുക എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞു, ഖുൽ ലില്ലദീന കഫറു, നബിയെ ഈ സത്യനിഷേധികളായ ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കിൽ, അങ്ങ് മനസ്സിലാക്കി കൊടുക്കിൽ. എന്താ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? സതുഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം, ഒട്ടും വൈകാതെ നിങ്ങളെ കീഴടക്കി കൂട്ടത്തോടെ നരകത്തിയിലേക്ക് നിങ്ങളെ ആനയിക്കപ്പെടും. അത് തീർച്ചയായ കാര്യമാണ്. നിങ്ങളെ മുഴുവനും കീഴടക്കും, പിടിച്ചു കിട്ടും. എന്നിട്ട് നരകത്തിയിലേക്ക് നിങ്ങളെ നയിക്കപ്പെടുക തന്നെ ചെയ്യും. വബിഇസൽ മിഹാദ്, എത്ര മോശമായ താവളമാണ്, എത്ര ചീത്തയായ താവളമാണ് നരകത്തില്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചിന്തിക്കും, യാഥാർത്ഥ്യത്തിനെ നിങ്ങൾ ഉൾക്കൊള്ളും. നിങ്ങളെ മുഴുവനും കീഴടക്കും, പിടിച്ചു കിട്ടും. എന്നിട്ട് നരകത്തിയിലേക്ക് നിങ്ങളെ നയിക്കപ്പെടുക തന്നെ ചെയ്യും. വബിഇസൽ മിഹാദ്, എത്ര മോശമായ താവളമാണ്, എത്ര ചീത്തയായ താവളമാണ് നരകത്തില്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചിന്തിക്കും, യാഥാർത്ഥ്യത്തിനെ നിങ്ങൾ ഉൾക്കൊള്ളും. എന്നിട്ട് അള്ളാഹു ഒരു ഉദാഹരണം അവിടെ പറയുകയാണ്. ഒരു ഉദാഹരണം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ പുറംതിരിഞ്ഞ് നടന്ന ആളുകൾക്ക് ഇത്തരം പ്രബോധനം നൽകിയിട്ട് അള്ളാഹു ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖത,
അതായത് പരസ്പരം ബദറിന്റെ രണാങ്കണത്തിൽ പോരാടിയ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ആ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങളിലും നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ പാഠമുണ്ട് എന്ന് പറയുകയാണ്. ഏറ്റവും സുന്ദരമായ പാഠമുണ്ട്. അതിൽ ഒരു വിഭാഗം ഏറ്റുമുട്ടിയ ഒരു വിഭാഗം അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അവർ ഏറ്റുമുട്ടിയത്. അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ലോകത്ത് നിലനിൽക്കണം, അസത്യം എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടണം, പ്രവാചകൻ വിജയിക്കണം. ഈ ഒരൊറ്റ നീയത്തിലാണ് അവർ യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടത്. എന്നാൽ മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗമാകട്ടെ സത്യത്തെ മുഴുവനും നിഷേധിച്ച മക്കക്കാരായ കുഫാറുകളായ ആളുകളായിരുന്നു. അപ്പൊ ഈ രണ്ട് സംഘങ്ങളും പരസ്പരം ബദറിന്റെ പോർക്കളത്തിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ഈ ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ സത്യനിഷേധികളുടെ ദൃഷ്ടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ്? സത്യനിഷേധികളായ ആളുകളുടെ കണ്ണിൽ സത്യവിശ്വാസികളെ അല്ലാഹു കാണിച്ചു കൊടുത്തത് ഇരട്ടിയുള്ളതായിട്ടാണ് തോന്നിപ്പിച്ചു കൊടുത്തത്. അതായത് മുസ്ലിം സൈന്യം, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ സൈന്യം, അവർ ഇരട്ടിയായിട്ടാണ്. ആകെ 313 ആളുകളാണ് പങ്കെടുത്തത്. പക്ഷേ അതിന്റെ ഇരട്ടിയായിട്ടാണ് അല്ലാഹു അവരുടെ കണ്ണുകളിൽ കാണിച്ചു കൊടുത്തത്, തോന്നിപ്പിച്ചു കൊടുത്തത്. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. ഇപ്രകാരം അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ അല്ലാഹു ഇതുപോലെ തന്നെ അവരെ കരുത്തുറ്റരാക്കുകയും അല്ലാഹു അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് അല്ലാഹുവിന്റെ നടപടിക്രമമാണ്. ഈ പറയപ്പെട്ട സംഭവ ചരിത്രം നിങ്ങളുടെ മുന്നിൽ, ഈ മദീനക്കാരെ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. നമ്മുടെ ഈ സൂറത്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, രണാങ്കണ ബദർ യുദ്ധത്തിന് ശേഷം അവതരിപ്പിച്ച ഭാഗങ്ങളും ഈ പരിശുദ്ധമായ ആ സൂറത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് ഈ ആയത്ത്. അതായത് ബദറിനെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങൾ കണ്ടതാണല്ലോ മക്കക്കാരായ ആളുകൾ ആർത്തുല്ലസിച്ച് ബദറിൽ അവർ വന്നു. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? പരിശുദ്ധമായ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യുക, പ്രവാചകനെ വകവരുത്തുക, മുസ്ലിമീങ്ങളെ വകവരുത്തുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ മദീനയിൽ നിന്ന് പുറപ്പെട്ട ആളുകളോ, അവരാകട്ടെ 313 ആളുകൾ മാത്രമാണുള്ളത്. അവരുടെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമുള്ളൂ, ഇഅ്ലാഉദ്ദീൻ, അല്ലാഹുവിന്റെ ദീൻ ഈ ഭൂമി ലോകത്ത് നിലനിൽക്കണം. പടച്ചവനാണ് സത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് സത്യം. ഈ ഒരൊറ്റ നിയ്യത്തിലാണ് അവരും പോരാട്ടത്തിന് പങ്കെടുത്തത്. പോരാട്ട ഭൂമിയിൽ ഇരു സംഘവും ഏറ്റുമുട്ടിയപ്പോ അല്ലാഹു കൊടുത്ത സഹായം എന്താണ്? ശത്രുക്കളുടെ കണ്ണുകളിൽ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ എണ്ണം ഇരട്ടിയാക്കി അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഭയപ്പാടിട്ട് കൊടുക്കുകയും അങ്ങനെ അവരെ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതേപോലെ അള്ളാഹുവിന്റെ ദീനിനെ ആര് സഹായിക്കുന്നുവോ, അള്ളാഹുവിന്റെ പ്രവാചകനെ ആര് സഹായിക്കുന്നുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കരുത്തുറ്റവരാക്കി തീർക്കുകയും അള്ളാഹു അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മുന്നിൽ ഒരു പാഠമാണ്. ഇത് നിങ്ങൾ ചിന്തിച്ചുകൊള്ളു. അല്ലാഹു പറയുക, ഇത് നിങ്ങൾ ചിന്തിച്ചുകൊള്ളു. എന്നിട്ട് പറയുന്നു, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയപ്പെട്ട സംഭവത്തിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അഥവാ ബദറിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹദീസ് കേട്ടോളി. ആസിം ഇബ്നു അംർ ഇബ്നു ഖത്താദ റളിയല്ലാഹു തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലമ്മ അസാബ മിൻ അഹ്ലി ബദർ മാ അസാബ. ബദറിൽ സംഭവിച്ചെല്ലാം സംഭവിച്ചു, ബദറെല്ലാം കെട്ടടങ്ങി അവസാനം മദീനയിലേക്ക് തിരിച്ചു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വറജഅ ഇലൽ മദീന, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നിട്ട് ജമഅൽ യഹൂദ ഫീ സൂഖി ബനി ഖുറൈശ. സംഭവത്തിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അഥവാ ബദറിൽ
വലിയ ദൃഷ്ടാന്തമുണ്ട്, വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹദീസ് കേട്ടോളി. ആസിം ബിൻ അംർ ബിൻ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലമ്മാ അസാബ മിൻ അഹ്ലി ബദർ മാ അസാബ, ബദറിൽ സംഭവിച്ചെല്ലാം സംഭവിച്ചു, ബദറെല്ലാം കെട്ടടങ്ങി അവസാനം മദീനയിലേക്ക് തിരിച്ചു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വറജഅ ഇലൽ മദീന, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നിട്ട് ജമഅൽ യഹൂദ ഫി സൂഖി ബനി ഖൈനുഖാ, ബനി ഖൈനുഖാ എന്ന് പറയുന്ന മാർക്കറ്റിൽ, അഥവാ ആളുകൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ബനി ഖൈനുഖാ എന്ന് പറയപ്പെടുന്ന മാർക്കറ്റിൽ ജൂതന്മാരെ ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജമഅൽ യഹൂദ, ജൂതന്മാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറൽ യഹൂദ്, ഏ ദൂതന്മാരെ, ഏ യഹൂദികളെ, അസ്ലിമു ഖബ്ല അൻ യുസീബകുമുല്ലാഹു ബിമാ അസാബ ഖുറൈശ്. ഖുറൈശികളായ ആളുകൾ, അഥവാ മക്കയിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായി ഖുറൈശികളായ ആളുകൾക്ക് സംഭവിച്ചത് നിങ്ങൾക്കും സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്ലാമായി കൊള്ളുക, നിങ്ങൾ മുസ്ലിമായി കൊള്ളുക, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഈ സമയത്ത് അവർ പറഞ്ഞ മറുപടി, യാ മുഹമ്മദ് ലാ യഗുറന്നക മിൻ നഫ്സിക അൻ ഖതൽത നഫറൻ മിൻ ഖുറൈശ് കാനു അഗ്മാറൻ ലാ യഅരിഫൂന അൽ-ഖിതാല. അത് ജൂതന്മാർ പറഞ്ഞതാണ്. ഓ മുഹമ്മദേ, നീ ഞങ്ങളെ യുദ്ധം കാണിച്ചൊന്നും നീ ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട. ആ ഫുലാമാർക്ക് യുദ്ധം അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് യുദ്ധം അറിയാം. ആരാ പറഞ്ഞേ? ജൂതന്മാർ പറയാം, മദീനയിലെ ജൂതന്മാർ പറയാണ്, യഹൂദികൾ പറയാണ്. കാരണം അവർ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്ന സമയം വരെ അവിടുത്തെ ഏറ്റവും പ്രബലമായ 2 ഗോത്രക്കാർ പടവെട്ടിക്കൊണ്ട് വർഷങ്ങളോളം യുദ്ധത്തിലാണ്. അയൽപക്കക്കാരാണ്, അയൽ ഗോത്രക്കാരാണ്, പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്മാർക്ക്, മക്കക്കാർക്ക്, ഖുറൈശികൾക്ക് അവർക്ക് യുദ്ധമൊന്നും അറിയില്ല. നീ ഞങ്ങളെ യുദ്ധം കാണിച്ചൊന്നും പേടിപ്പിക്കുകയൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഞങ്ങൾ വഞ്ചിതരാവുകയില്ല. അവർക്കറിയില്ല, പക്ഷെ ഞങ്ങളാകട്ടെ, ഞങ്ങൾ താങ്കളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാർ. ഇന്നക വല്ലാഹി ലൗ ഖതൽതനാ ലഅറഫ്ത അനാ വനഹ്നു നാസ്. ഞങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ മുഹമ്മദേ, നിനക്ക് വ്യക്തമായിട്ട് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, ഞങ്ങളുടെ ആളുകളെയും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് ജൂതന്മാർ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. വഅന്നക ലം തൽഖബിത് ലനാ, ഞങ്ങളെപ്പോലുള്ളവരെ ഇതേവരെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല, ഞങ്ങളെപ്പോലുള്ളവരുമായിട്ട് നിങ്ങൾ ഇതേവരെ ഏറ്റുമുട്ടിയിട്ടില്ല, അതുകൊണ്ട് ഏറ്റുമുട്ടാതൊന്നും നിൽക്കണ്ട. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ഏതാണ് ആയത്ത്? ഖുൽ, നബിയെ ആ പറഞ്ഞവന്മാരോട് പറ, ലില്ലദീന കഫറു, ആ സത്യനിഷേധികളോട് പറ, സതുഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം, തീർച്ചയായിട്ടും വൈകാതെ അവരെ കീഴടക്കി നരകത്തിന്റെ തീയിലേക്ക് അവരെ ആനയിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നബിയെ തന്റെ ഇടത്തോടെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരും ദീനിന് പിൻബലം കൊടുക്കുന്നവരും ദീനിനെ പ്രബോധനം ചെയ്യുന്നവരും ദീനിനെ ഇതരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ വലിയൊരു ദൗത്യവും ജോലിയിലും നമ്മൾ വ്യാപൃതരായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ നേരെ വരുന്ന ഏത് പ്രതിസന്ധികളെയും അള്ളാഹു തട്ടിത്തൂരക്കളയും. അള്ളാഹുവിന്റെ ഗൈബിയായ സഹായം നമ്മളിൽ ഉണ്ടാകും എന്നതിന്റെ വലിയ പാഠമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.